ദിലീപിന്റെ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ നടപടി ആരംഭിച്ചു. 5 ജില്ലകളിലെ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ നൽകാൻ കളക്ടർമാർക്ക് നിർദ്ദേശം. ദിലീപിന്റെ കൈവശം 6.67 ഏക്കർ മിച്ചഭൂമിയുണ്ടെന്ന വാർത്ത നൽകിയത് പീപ്പിൾ ടിവിയാണ്. ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകും. മറ്റു വിവരങ്ങൾ കൂടി. ലെസ്ലി, ഈ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചുകൊണ്ട് വലിയ തോതിൽ മിച്ചഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്, പീപ്പിൾ ടിവിയാണ്. അതിന്റെ ഇമ്പാക്റ്റ് ആണോ നിലവിലുണ്ടായിട്ടുള്ളത്? ഈ രജിസ്ട്രേഷൻ വകുപ്പ് നേരത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി കിട്ടിയത്. എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്? അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന റവന്യൂ വകുപ്പ് പോകുന്നു എന്നുള്ള സൂചകമാണ് ഇപ്പോൾ ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. 5 ജില്ലകളിലായി ദിലീപ് സമ്പാദിച്ചിരിക്കുന്ന 21.67 ഏക്കർ ഭൂമിയിൽ നിന്നും 6.67 ഏക്കർ ഭൂമി മിച്ചഭൂമിയായി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ലാൻഡ് ബോർഡ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ലാൻഡ് ബോർഡ് ഇത് സംബന്ധിച്ച് ദിലീപിന്റെ ഭൂമി സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 5 ജില്ലാ കളക്ടർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. 12 മണിക്കൂറിനുള്ളിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ ഈ വിവരങ്ങൾ നൽകണമെന്നും ആ നോട്ടീസിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഭൂമി സംബന്ധമായ രേഖകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങൾ എല്ലാം തന്നെ ജില്ലാ കളക്ടർമാർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ ലാൻഡ് ബോർഡ് ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായുള്ള നടപടികളുമായി മുൻപോട്ട് പോകുക. ഏകദേശം 3 ഏക്കറോളം ഭൂമി കുമരകത്ത് അദ്ദേഹത്തിന് ഉണ്ട്. ഒപ്പം തന്നെ കുമരകം വില്ലേജിലെ ഈ ഭൂമി മറ്റൊരു കമ്പനിക്ക് അദ്ദേഹം മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും വലിയ ഒരു വസ്തു അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം വില്ലേജിലാണ്. ഏകദേശം 3.25 ഏക്കർ ഭൂമിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ലാൻഡ് ബോർഡിന്റെ നടപടിച്ചട്ടക്രമങ്ങൾ പ്രകാരം തൊടുപുഴ താലൂക്ക് ലാൻഡ് ബോർഡായിരിക്കും മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഏതായാലും ഏതൊക്കെ ഭൂമി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം ഉടമസ്ഥൻ കൂടിയായ ദിലീപായിരിക്കും പറയുക. എന്തായാലും ആദ്യ കേസ് തൊടുപുഴ ലാൻഡ് ബോർഡിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് അനുഷ്ഠിതമായ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് പോയിരിക്കുന്നു. നാളിതുവരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കാൻ മടിച്ചിരുന്ന ഘട്ടത്തിൽ നിന്നും വിഭിന്നമായാണ് ഇപ്പോൾ ലാൻഡ് ബോർഡിന്റെ നടപടി ഉണ്ടാകുന്നത്. അരുൺ, 26.15 ഏക്കർ സ്ഥലമാണല്ലോ ദിലീപിന്റെ പേരിൽ ആകെ നിലവിൽ ഈ രേഖകളിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ കയ്യേറിയതടക്കം 6 ഏക്കറോളം, പരമാവധി കൈവശം വെക്കാവുന്നത് 15 ഏക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ സത്വര നടപടി എന്ന തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കം എന്താണ്? അഞ്ച് ജില്ലകളിലായി 21.67 ഏക്കർ ഭൂമിയാണ് ദിലീപ് സമ്പാദിച്ചിരിക്കുന്നത്. നിയമവശാൽ 15 ഏക്കർ ഭൂമി മാത്രമാണ് ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ കഴിയുന്നത്. 15 മുതൽ 20 ഏക്കർ വരെ ഭൂമി ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ സാങ്കേതികമായി കഴിയുമെങ്കിലും 3 അംഗ കുടുംബമായതുകൊണ്ട് മാത്രം 15 ഏക്കറാണ് പരമാവധി വെക്കാൻ കഴിയുക. അത്തരത്തിൽ കണക്കാക്കുമ്പോൾ 6.67 ഏക്കർ ഭൂമി മിച്ചഭൂമിയായി തന്നെ സൃഷ്ടിക്കപ്പെടും. ഈ മിച്ചഭൂമി ഏറ്റെടുക്കേണ്ട നടപടിക്രമമായിരുന്നു നാളിതുവരെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത്. എന്തായാലും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ലാൻഡ് ബോർഡ് വിവിധ ജില്ലകളിലായി കിടക്കുന്ന ഭൂമി എത്രയെന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ലഭിച്ച രേഖകൾ സഹിതമുള്ള നോട്ടീസാണ് 5 ജില്ലാ കളക്ടർമാർക്കായി ഇപ്പോൾ ലാൻഡ് ബോർഡ് സെക്രട്ടറി ഒപ്പിട്ടുകൊണ്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ 5 ജില്ലകളിലുള്ള ഭൂമിയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ ഭൂമി പ്ലോട്ടായി കിടക്കുന്ന ഭൂമി ഏതാണോ, അത് ഏത് വില്ലേജിലാണോ ആ വില്ലേജിൽ നിന്നായിരിക്കും നടപടിക്രമങ്ങൾ മിച്ചഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അത്തരത്തിൽ കണക്കാക്കുകയാണെങ്കിൽ നിലവിൽ ദിലീപിന്റെ കൈവശമുള്ളത് ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം വില്ലേജിൽ പെട്ടുന്ന ഏകദേശം 3 ഏക്കറോളം ഭൂമിയാണ് ഒറ്റ പ്ലോട്ടായി അദ്ദേഹത്തിന്റെ കൈവശമുള്ള വലിയ വസ്തുവായി കണക്കാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ താലൂക്ക് ലാൻഡ് ബോർഡ് ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുൻപോട്ട് വരിക. എന്തായാലും 6.67 ഏക്കർ മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വളരെ വലിയ ഒരു നടപടിയിലേക്ക് ലാൻഡ് ബോർഡ് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ നടപടി
ആരംഭിച്ചു.